ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം അടുത്തിരിക്കുകയാണ്. എല്ലാവരും നല്ലപോലെ പഠിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രീഷ്യൻ്റെയും കോച്ചിങ് നടത്തി വരികയാണ്. സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. സോ ഇൻട്രസ്റ്റ് ആയോട് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് വരികയാണ്. ഏകദേശം ഒരു 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിപ്പീറ്റഡ് ആ 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, നമ്മൾ അടുത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ? ഇതിൽ ഏത് മോട്ടറാണ് സീലിംഗ് ഫാനിൽ യൂസ് ചെയ്യുന്നത്? ഇൻഡക്ഷൻ മോട്ടർ. ആക്റ്റീവ് പവർ ഇൻ 3 phase സർക്യൂട്ട് ഈസ്. ഒരു 3 phase സർക്യൂട്ടിൻ്റെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? √3 VL cos φ. എന്താണ് ഒരു 3 phase സർക്യൂട്ടിൻ്റെ ആക്റ്റീവ് പവർ? എന്താണ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവറിനെ കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കുക നിങ്ങൾ. ഓക്കെ, യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ക്യാൻഡല. ഇലുമിനേഷൻ എന്ന ആ ഒരു മൊഡ്യൂളിൽ വരുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ ഓഫ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ്. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റി. ഇലുമിനേഷൻ ഓഫ് എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ്. ഇലുമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷനാണ്? സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സോഴ്സ്. ഇലുമിനേഷൻ എന്ന ചാപ്റ്ററിൽ ഞാൻ അതിൽ ലാംബോർട്ട്സ് കൊസൈൻ ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിയറി ക്ലാസ് കാണുക. ഇലുമിനേഷൻ്റെ തിയറി ക്ലാസ് പഠിപ്പിച്ചത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ യൂട്യൂബിൽ ഇടാത്ത ക്ലാസ് ടെലഗ്രാമിലുമുണ്ട്. സോ എന്താണ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് പ്രൊപ്പോർഷണലാണ്? സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സോഴ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ പിച്ച് ഓഫ് വേവ് വൈൻഡിങ് ലാപ്പ് വൈൻഡിങ്ങിൽ എപ്പോഴും അത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. വേവ് വൈൻഡിങ്ങിലെ പിച്ച് കാണാനുള്ള ഫോർമുല എന്താണ്? ബാക്ക് പിച്ച് പ്ലസ് ഫ്രണ്ട് പിച്ച്. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാപ്പ് വൈൻഡിങ്ങിലെ പിച്ച് കാണാനുള്ള ഫോർമുല ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേവ് വൈൻഡിങ്. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ചോണം, നോട്ട് ചെയ്ത്. ഓക്കെ, ജനറേറ്റർ എഫിഷ്യൻസി ഈസ് മാക്സിമം വെൻ. എപ്പോഴാണ് ജനറേറ്റർ എഫിഷ്യൻസി മാക്സിമം ആവുന്നത്? വെൻ കോൺസ്റ്റൻറ്റ് ലോസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ ലോസ്. കോൺസ്റ്റൻറ്റ് ലോസ് ഈക്വൽ ടു വേരിയബിൾ ലോസ് ആകുമ്പോഴാണ് ജനറേറ്റർ എഫിഷ്യൻസി മാക്സിമം കണ്ടീഷനിലോട്ട് എത്തുന്നത്. എന്താണ് ഫോം ഫാക്ടർ? RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, റിസൾട്ടൻറ്റ് ഫ്ലെക്സ് ഓഫ് എ 3 phase ഇൻഡക്ഷൻ മോട്ടർ ഈസ്. ഒരു 3 phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റിസൾട്ടൻറ്റ് ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്? 3/2 φm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിലെ മാക്സിമം നമ്പർ, വാലൻസ് ഷെൽ ഓഫ് എൻ ആറ്റത്തിന് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, റെസൊണൻറ്റ് ഫ്രീക്വൻസി ഓഫ് ആൻ സീരീസ് സർക്യൂട്ട്. ഒരു സീരീസ് സർക്യൂട്ടിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്താണ്? 1/2π√LC. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ്. എന്താണ്? എല്ലാവർക്കും ക്ലിയർ ആണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്താണ്? മെഗറിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആബ്സൊല്യൂട്ട് പെർമിയബിലിറ്റി മ്യൂ സീറോയുടെ വാല്യൂ എന്താണ്? ആബ്സൊല്യൂട്ട് പെർമിയബിലിറ്റിയുടെ വാല്യൂ എന്താണ്? 4π × 10⁻⁷ Henry/meter. 14ാമത്തെ ക്വസ്റ്റ്യൻ, 2 watt meter മെത്തേഡ് ഓഫ് പവർ മെഷർമെൻറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ. 2 watt meter മെത്തേഡിൽ പവർ മെഷർമെൻറ്റ് ഏത് ലോഡിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ലോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാൺ ലിയാനോഡ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ. എവിടെയാണ് യൂസ് ചെയ്യുന്നത് വാൺ ലിയാനോഡ് സിസ്റ്റം? ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ. സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ പഠിപ്പിച്ചപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാൺ ലിയാനോഡ് സിസ്റ്റം. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ, ബേസ് ഓഫ് BJT ഈസ്. ഇത് മുന്നത്തെ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. BJTയുടെ ബേസ് എന്ന് പറയുന്നത് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് നമ്മൾ എങ്ങനെ ഡോപ്പ് ചെയ്യണം? ലൈറ്റ്ലി ഡോപ്പ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഈസ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എന്ന് പറയുന്നത് kV/mm. അതിൻ്റെ യൂണിറ്റും ഈ ഒരു ഇതും നോക്കി എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. kV/mm ആണ് അതിൻ്റെ ഇത് വരുന്നത്. എയറിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണ്? ഇതിൽ നിന്ന് നിങ്ങൾ നോക്കി ഈ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏതാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എന്നുള്ളത് നോക്കുക, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ. എന്താണ് റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം. ഇൻ ടേംസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റിയിലാണ് പറഞ്ഞിട്ടുള്ളത്. റിലേറ്റീവ് പെർമിബിലിറ്റിയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്യൂബ് ഓഫ് ഫ്ലൂറസൻ ലാമ്പ് ഈസ് ഫിൽഡ് വിത്ത്. ഫ്ലൂറസൻ ലാമ്പിൻ്റെ ട്യൂബ് എന്തുകൊണ്ടാണ് ഫിൽ ചെയ്തിട്ടുള്ളത്? മെർക്കുറി ആൻഡ് ആർഗൺ. ആർമേച്ചർ ടോർക്ക് ഓഫ് എ DC മോട്ടർ. ആർമേച്ചർ ടോർക്ക്, DC മോട്ടർ പഠിപ്പിച്ചപ്പോൾ ആർമേച്ചർ ടോർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ടെലഗ്രാം ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അതിലെന്താണ് ആർമേച്ചർ ടോർക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്? 9.55 EB/IA/N Newton meter. EB ബാക്ക് EMF, IA ആർമേച്ചർ കറണ്ട്, N
ഇൻ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ന്യൂട്ടൺ മീറ്ററാണ് നമ്മുടെ ആർമേച്ചർ ടോർക്ക് ഓഫ് എ ഡി സി മോട്ടർ എന്ന് പറയുന്നത്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമേഴ്സ് ആർ റേറ്റഡ് ഇൻ. ഏതിലാണ് ട്രാൻസ്ഫോമേഴ്സ് റേറ്റഡ് ചെയ്യുന്നത്? KVA. എപ്പോഴും ചോദിക്കുന്നു ട്രാൻസ്ഫോമേഴ്സ് ഓൾട്ടർനേറ്റേഴ്സ് ഒക്കെ റേറ്റഡ് ചെയ്യുന്നത് പ്രീവിയസും എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ കറണ്ട്. ഡാഷ് ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫുൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ടെലഗ്രാമിലാണ് വരുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ ടെലഗ്രാമിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ക്ലാസ് മാത്രം യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഇതിലെ യൂണിവേഴ്സൽ ഗേറ്റ്? നമുക്കറിയാം നാൻഡ് ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്. 1 kWh ഈസ് ഈക്വൽ ടു ഡാഷ്. എത്രയാണ് 1 kWh എന്ന് പറയുന്നത്? ഇസ് ഈക്വൽ ടു 36 × 10⁵ ജൂൾസ് ആണ്. ഡി ആണ് 1 kWh എന്ന് വെച്ചാൽ. ഓക്കെ, അടുത്ത് നമ്മുടെ റേഷ്യോ പറയണം. IB/IC, അതായത് എമിറ്റർ കറണ്ട് ഈസ് ബേസ് കറണ്ട് ഈസ് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റേഷ്യോ വരുന്നത് ഇസ് ഈക്വൽ ടു 1:1 - α ആണ്. അടുത്ത നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ വേവ് വൈൻഡിങ്. അതൊക്കെ വേവ് വൈൻഡിങ്ങിനെ കുറിച്ചും ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങിലും പാരലൽ പാത്ത് എന്താവുന്ന കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരതൊക്കെ കാണുക. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ്? വേവ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. ലാപ്പ് വൈൻഡിങ്ങിലാണ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. സെനർ ഡയോഡ് ആർ കോമൺലി യൂസ്ഡ്. സെനർ ഡയോഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേറ്ററിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് സെക്കൻഡറി സെൽ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സെക്കൻഡറി സെൽ വരുന്നത്? ആണ് ലെഡ് ആസിഡ് സെൽ. അതിൻ്റെയൊക്കെ കുറച്ച് വർക്കിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ, 1 NF ഈസ് ഈക്വൽ ടു നാനോ ഫാരഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 NF എന്ന് പറയുന്നത് 10⁻⁻9 ഫാരഡ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് 1 സൈക്കിൾ. എന്താണ്? ഒരു 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം പീരീഡ്. ഇതിനെക്കുറിച്ച് AC ഫണ്ടമെൻറ്റൽസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡാണ്, കാണുക. ഓക്കെ, കാണാത്തവരൊക്കെ കാണുക. 31ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് DC മോട്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ്. DC മോട്ടറിൻ്റെ ഇക്വേഷൻ അനുസരിച്ചാണ് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ബാക്ക് EMF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലെക്സിനാണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, EBയുടെ ഇക്വേഷൻ N5 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതനുസരിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ്. ഇതും ഞാൻ തിയറി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ സീരീസിൽ കണക്ട് ചെയ്താൽ എന്താണ്? പാരലൽ, നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആ ഒരു ഇക്വേഷൻ ആയിരിക്കും. കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അത് നോട്ട് ചെയ്ത് പഠിച്ചോണം. 33ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ്. എന്താണ് വാട്ട് എന്ന് പറയുന്നത്? VA cos φ. 34ാമത്തെ ക്വസ്റ്റ്യൻ, EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ ഈസ്. EMF, ഈ ഒരു DC ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ അത് നമ്മൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 5Zn/60 × P/A വോൾട്ട്. ഇതിൻ്റെ ഓരോന്നും എന്താണ് സ്പെസിഫൈ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കുക, A ആണ് ആൻസർ. 35ാമത്തെ ക്വസ്റ്റ്യൻ, അഡ്മിറ്റൻസ് ഇസ് ദ ഡാഷ് ഓഫ് കണ്ടക്റ്റൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ടേംസ് ഓഫ് കണ്ടക്റ്റൻസും അക്സെപ്റ്റൻസിൽ പറയുന്നത് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ സം ആണ്. എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ സം ആണ്. ഓക്കെ, വിച്ച് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കാർബൺ. വിച്ച് ഈസ് ദ ക്ലാസ് Y ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ക്ലാസിൻ്റെയൊക്കെ ബേസിൽ ഓരോ ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓരോ ക്ലാസ്സിലും എന്ത് വരുന്നതെന്ന്. ക്ലാസ് Y ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇത് താഴെ പറയുന്നതിൽ ഏതാണ് വരുന്നത്? ഏതാണ്? ജസ്റ്റ് നോക്കുക. കോട്ടൺ. പല ടെക്സ്റ്റ് ബുക്കിലും പലതാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് നോക്കുക. ഓക്കെ, അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ്. എന്താണ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്? 1.602 × 10⁻⁻19 കൂളംബ്. അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തിൻ്റെ നമ്പറാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, സോൾഡറിങ് ഈസ് ദ മിക്സ്ചർ ഓഫ്. എന്തിൻ്റെയൊക്കെയാണ് സോൾഡറിങ് എന്ന മിക്സ്ചർ ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഇൻ 4007 ഈ സെമി കണ്ടക്ടർ ഡയോഡ് ഹിയർ IN റെപ്രസെൻറ്റ്സ്. IN ആണ് കേട്ടെ. IN 4007 എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ ഡയോഡാണ്. അതിൽ IN എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എന്തിനെയാണ്? ഒരു PN ജംഗ്ഷനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, കളർ കോഡ് ഓഫ് 47 ഓം റെസിസ്റ്റർ വിത്ത് +5% ടോളറൻസ്. കളർ കോഡ്, റെസിസ്റ്റൻസിന് കളർ കോഡ് കണ്ടുപിടിക്കാൻ പഠിക്കുക. അതിൽ +5% ടോളറൻസ് വരുന്ന 47 ഓം റെസിസ്റ്റൻസിന് കളർ കോഡ് എത്രയാണ്? യെല്ലോ, വയലറ്റ്, ബ്ലാക്ക്, ഗോൾഡ് ആണ്. നമുക്കറിയാം വിബ്ജിയോർ എന്ന റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ കോഡൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിക്കുക. 43ാമത്തെ ക്വസ്റ്റ്യൻ, 2 കറണ്ട് കാരിങ് കണ്ടക്ടേഴ്സ് പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ഡാഷ്. 2 കറണ്ട് കാരിങ് കണ്ടക്ടർ അടുത്തടുത്ത് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ
ഉണ്ടാവും. എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? പിന്നെ കറണ്ട് ഡയറക്ഷൻ ഓഫ് ബോത്ത് കണ്ടക്ടേഴ്സ് സെയിം ആണെങ്കിലാണ് അവിടെ എന്തുണ്ടാകുന്ന ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ, ഫയർ കോസ്ഡ് ബൈ എൽ പി ജി ഈസ് ഞാൻ സേഫ്റ്റിയുടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് കാണുക. അതിൽ ഞാൻ ഫയറിനെ കുറിച്ചൊക്കെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ ക്ലാസ്സിലും എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതും PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫയർ കോസ്ഡ് ബൈ LPG എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ് ഫയറിൽ വരുമെന്നുള്ള, ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. 45ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ? പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഏത് മോട്ടറാണ്? യൂണിവേഴ്സൽ മോട്ടറാണ്. ഓക്കെ. 46ാമത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് സെല്ലിന് നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പോഞ്ചി ലെഡ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, അമീറ്റർ ഷണ്ട് ഈസ് ഡാഷ് റെസിസ്റ്റൻസ്. അമീറ്റർ ഷണ്ട് എന്ന് പറയുന്നത് ഏത് റെസിസ്റ്റൻസ് ആണ്? ലോ റെസിസ്റ്റൻസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ, ഇതും PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസേഴ്സ് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നേ ഓപ്ഷനിൽ അതിൻ്റെ ആൻസർ കാണത്തില്ല. സോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് PSC. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 49ാമത്തെ ക്വസ്റ്റ്യൻ, 18 SWG ഈസ് ഇക്വൽ ടു ഡാഷ് mm. 18 SWG എന്ന സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത് എത്ര mm ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. എത്ര mm ആണ്? 1.22 mm ആണ്. ഇലക്ട്രോലൈറ്റ് യൂസ് ഇൻ എഡിസൺ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഇതാണ്, KOH ആണ്. ഓക്കെ. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ, കറണ്ട് ട്രാൻസ്ഫോർമർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ. യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്, എന്താണ് യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്? ആംബിയർ ടേൺസ് പെർ വെബർ ആണ് യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ആംബിയർ ടേൺസ് പെർ വെബർ. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഈസ്, എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഈസ് ഇക്വൽ ടു ഹാഫ് LI². B ആണ് ആൻസർ. വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്യൂസ് 0.9 C കൂളംബ് ടു ചാർജ് ഇറ്റ് ടു 30 വോൾട്ട്? എത്രയാണ്? C ആണ് ആൻസർ. നമ്മുടെ കപ്പാസിറ്റൻസും ചാർജിൻ്റെയൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? C ഈക്വൽ ടു Q/V. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർമുലയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. 55ാമത്തെ ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി. എത്രയാണ്? ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഹൈഡ്രോമീറ്റർ. അതിൽ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1.21. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് എ കോയിൽ ഹാവിംഗ് ഇൻഡക്റ്റൻസ് 4 ഹെൻറി. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഒക്കെ ഫോർമുല പറഞ്ഞിട്ടുണ്ട്, നോക്കുക. അതിലെന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണാനുള്ള ഫോർമുല അറിയാമല്ലോ. എന്താണ്? XL ഈക്വൽ ടു 2πfL. അതിൽ വെച്ച് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1256 ഓം കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ. 57ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ ഈസ് റോങ്? താഴെ തന്നിരിക്കുന്നത് ഏത് ഇക്വേഷനാണ് റോങ് ആയിട്ടുള്ളതെന്ന്? പവർ ഈക്വൽ ടു V/R². ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല അല്ലേ? പവർ ഈക്വൽ ടു V I ഉണ്ട്, പവർ ഈക്വൽ ടു I²R ഉണ്ട്, പവർ ഈക്വൽ ടു V²/R ഉണ്ട്. പക്ഷേ പവർ ഈക്വൽ ടു V/R² എന്ന ഇക്വേഷൻ ഇല്ല. അതാണ് അപ്പോൾ റോങ് വരുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് ഈസ്, എന്താണ്? ഈ XC ഈക്വൽ ടു 1/2πfC. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിറ്റൻസ് Y. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്മിറ്റൻസ് Y ഈക്വൽ ടു എന്താണ്? 1/Z. ഇമ്പിഡൻസിൻ്റെ 1/Z ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്? അഡ്മിറ്റൻസ്, അക്സെപ്റ്റൻസ്, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം. അഡ്മിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? എന്തുമാത്രം മെഷർ, ഒരു മെഷറാണ്. എന്തുമാത്രം മെഷർ ഓഫ് എന്താണ്? ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ ഒരു കറണ്ട് ഫ്ലോയ്ക്ക് അതിൽ കൂടെ എന്തുമാത്രം കറണ്ട് ഫ്ലോ, ഒരു ഡിവൈസിൽ കൂടെ എന്തുമാത്രം കറണ്ട് ഫ്ലോ പോകുന്നു, അതിൻ്റെ ആ ഒരു ഓവറോൾ മെഷറിനെയാണ് നമ്മൾ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. യൂണിറ്റ് സീമൻ വരും. അതിൻ്റെ എന്താണ്? അതിൻ്റെ ആ ഒരു ഇക്വേഷൻ പറഞ്ഞത് Y ഈക്വൽ ടു 1/Z ആണ് അഡ്മിറ്റൻസ്, ഇമ്പിഡൻസ്. ഓക്കെ. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ, സക്സെപ്റ്റൻസ് B എന്ന് പറയുന്നത് എന്താണ്? സക്സെപ്റ്റൻസ് എന്താണ്? നമുക്കറിയാം കണ്ടക്റ്റൻസിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ആണ് എന്തോന്ന്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കോംപ്ലിമെൻ്ററി എക്സ്പ്രഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ കോംപ്ലിമെൻ്ററി എക്സ്പ്രഷൻ ആണ് എന്ത് പറയുന്നത്? നമ്മുടെ സക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് X/Z² ആണ്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ, 2 വാട്ട് മീറ്റേഴ്സ് W1 and W2 ആർ കണക്റ്റഡ് ഇൻ എ 3-phase സർക്യൂട്ട് ടു മെഷർ 1 kW ലോഡ് അറ്റ് 0.5 പവർ ഫാക്ടർ. ടു ദി ഫോളോയിങ് റീഡിംഗ് വിൽ ബി കറക്റ്റ്. ഇത് 61C ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ചാർട്ടൊക്കെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ ഒരു പ്ലേലിസ്റ്റ് കയറി നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടൊക്കെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 62ാമത്തെ ക്വസ്റ്റ്യൻ, പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് അലുമിനിയം കപ്പാസിറ്റേഴ്സ് ആർ ഡിസൈൻ ടു ഹാവിംഗ് DC വർക്കിംഗ് വോൾട്ടേജ് ഇൻ ദ റേഞ്ച് ഓഫ്. പോളറൈസ്ഡ് ഇലക്ട്രോലൈറ്റിക് അലുമിനിയം കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് റേഞ്ചിലാണ് വരുന്നത്? 5 to 500 വോൾട്ട് റേഞ്ചിലാണ് വരുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, ടൈം പീരീഡ് ഓഫ് എ 240 വോൾട്ട് AC സപ്ലൈ ഇൻ ഇന്ത്യ ഈസ്. ടൈം പീരീഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 0.002 സെക്കൻഡ്സ്. ഓക്കെ. ടൈം പീരീഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക, ഫ്രീക്വൻസി അല്ല, തെറ്റിപ്പോരുത്.
64ാമത്തെ ക്വസ്റ്റ്യൻ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് എർത്തിങ് ഇലക്ട്രോഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഡാഷ് mm. ഒരു പൈപ്പ് എർത്തിങ് ഇലക്ട്രോണിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്ര വാല്യൂ ലെസ് ദാൻ ആവാൻ പറയില്ല, 38 mm. ഇൻ PTC റെസിസ്റ്റൻസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്താണ് ടെമ്പറേച്ചറും റെസിസ്റ്റൻസ് നമ്മളെ ഇക്വേഷൻ എന്താണ്, നമ്മുടെ റെസിസ്റ്റൻസും നോൺ ലീനിയർലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ബി ആണ് ആൻസർ. 65ാമത്തെ ആൻസർ ബി ആണ്. ഓക്കെ. 66ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആക്റ്റീവ് കോമ്പണൻറ്റ്, എന്താണ് ആക്റ്റീവ് കോമ്പണൻറ്റ്, പാസീവ് കോമ്പണൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആക്റ്റീവ് കോമ്പണൻറ്റ് വരുന്നത്, ബി ഡയോഡാണ് ആക്റ്റീവ് കോമ്പണൻറ്റ് വരുന്നത്. ഓക്കെ. 67ാമത്തെ ക്വസ്റ്റ്യൻ BY127 ഈസ് എ ഡാഷ്, ഇതിലേതാണ് BY127 എന്ന് പറയുന്നത്, ഏതാണ്, അതൊരു സെമി കണ്ടക്ടർ ഡയോഡാണ്. ഈ BY ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ സെമി ഒരു ഡയോഡിൻ്റെ ജംഗ്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റൻ ഇതുപോലത്തെ ഉണ്ടാകുന്നു തോന്നുന്നു അല്ലേ. കളർ ഓഫ് സിലിക്ക ജെൽ ചേഞ്ചസ് ടു ഡാഷ് ആസ് ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം എയർ. സിലിക്ക ജെല്ലിൻ്റെ കളറും അതിൻ്റെ ആ ഒരു അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കളർ ചേഞ്ചസ് ഒക്കെ ചോദിക്കുന്നതാണ്, എന്താണ്, ഒരു പിങ്ക് കളറായി മാറും. സിംഗിൾ സ്പീഡ് ഓഫ് എ 3-phase 4-pole 50 Hz ഇൻഡക്ഷൻ മോട്ടർ. റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഫോർമുല എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. ആൻസർ 1500 RPM കിട്ടുന്നുണ്ടോ നോക്കുക. 70ാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ചാർജ് ഈസ് ഈക്വൽ ടു, ഇതും മുന്നേ ഞാൻ പറഞ്ഞത് തിരിഞ്ഞാണ് പറഞ്ഞത്. ഇലക്ട്രിക് ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, I ഈക്വൽ ടു എന്താണ് ഇലക്ട്രിക് ചാർജിൻ്റെ ഇക്വേഷൻ, നേരത്തെ ഇതേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. I ഈക്വൽ ടു Q/T ആണ്. അപ്പോൾ നമുക്ക് Q ഈക്വൽ ടു എന്താണ്, Q ഈക്വൽ ടു IT, A ആണ് ഇക്വേഷൻ. ഓക്കെ. 71ാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് എഫ് ക്ലാസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. എഫ് ക്ലാസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് ലിമിറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 155 ഡിഗ്രി സെൽഷ്യസ് ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ കറൻറ്റ്സ് ഇൻ സോൾഡ് കണ്ടക്ടേഴ്സ് റിസൾട്ടിംഗ് ഇൻ ആൻ ഇൻക്രീസിംഗ് ഓഫ് ദി കറണ്ട് ഡെൻസിറ്റി നിയർ ദി സർഫസ്. അതായത് ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ കറണ്ടിൻ്റെ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കാരണം കണ്ടക്ടേഴ്സിൽ എന്തുണ്ടാവും, കറണ്ട് ഡെൻസിറ്റി, ആ ഒരു സർഫസിലെ കറണ്ട് ഡെൻസിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ആ ഒരു പോസിബിൾ കണ്ടീഷനെ പറയുന്ന പേര് സ്കിൻ എഫക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ. 73ാമത്തെ ക്വസ്റ്റ്യൻ പിക്ക് ദ കറക്റ്റ് വൺ. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് വൺ ഏതാണ് ക്വസ്റ്റ്യൻ, പവർ ഈക്വൽ ടു VQ/T. 74ാമത്തെ ക്വസ്റ്റ്യൻ 1 മെട്രിക് ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു ഡാഷ് വാട്ട്. എത്രയാണ് 1 മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 735.5 വാട്ട്. അടുത്ത് 75ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഇൻ എ കണ്ടക്ടർ ഓഫ് എ ജനറേറ്റർ. ഏതാണ്, നമ്മുടെ ഒരു ജനറേറ്ററിൻ്റെ കേസിൽ ഏതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കുന്നത്, ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ. 75ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ വെൻ 2 resistors are connected in series, total resistance is 8 ohm and when connected in parallel the equivalent resistance is 2 ohm. Value of each resistance are. നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. 76ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് C ആണ് വരുന്നത് ആൻസർ. 4 ohm and 4 ohm ആണ് വരുന്നത്. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 77ാമത്തെ ക്വസ്റ്റ്യൻ എ മൂവിങ് അയൺ വോൾട്ട് മീറ്റർ റീഡ്സ് ഡാഷ് വാല്യൂ. ഏത് വാല്യൂ തരുന്നത്, RMS വാല്യൂ ആണ് തരുന്നത്. ഇൻഡക്റ്റൻസ് L ഈക്വൽ ടു എന്താണ്, XL/2πf. ഓക്കെ. അടുത്ത് 1 സൈക്കിൾ ഈസ് ഡാഷ് ഇലക്ട്രിക്കൽ ഡിഗ്രി. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ് ഇലക്ട്രിക്കൽ ഡിഗ്രി വരുന്നത്, എത്രയാണ് 1 സൈക്കിൾ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രി വരും, 360 ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രി. ഓക്കെ. RMS വാല്യൂ ഈസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു മാക്സിമം വാല്യൂ. RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. നമ്മൾ ഇത്രയും തന്നെ ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങൾ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. റിപ്പീറ്റഡ് ആയി കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. PSC കുറേ ക്വസ്റ്റൻസ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ആൻസേഴ്സ് കിട്ടുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ചില ക്വസ്റ്റൻസ് നമുക്ക് ആൻസേഴ്സ് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ക്വസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട് PSC. കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കുക. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നല്ലപോലെ പഠിക്കുക. ഇനി ഞങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ ബുധനാഴ്ച എക്സാം വരികയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ. താങ്ക് യു.